വിശദാംശങ്ങളിലേക്ക്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI സംഘം കേരളത്തിലെത്തി. മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, CBI ഒടുവിൽ എത്തിയിരിക്കുന്നു. എന്തായാലും പ്രാഥമികമായി എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും CBI ശ്രദ്ധ കേന്ദ്രീകരിക്കുക? സിജി, CBI ഈ കേസിൽ എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് പെട്ടെന്ന് അറിയിക്കണമെന്ന രീതിക്ക് സിദ്ധാർത്ഥിന്റെ പിതാവും രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കുന്നതിന് മുന്നോടിയായി ദില്ലിയിൽ നിന്നുള്ള CBI സംഘം ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് CBI സംഘം ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം ഇറക്കണമെന്ന് ഇന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI സംഘം ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. വിവരശേഖരണത്തിന് ശേഷം അന്വേഷണം CBI ഏറ്റെടുക്കുന്നതിനുള്ള കേന്ദ്ര വിജ്ഞാപനം ഇറങ്ങിയേക്കുമെന്നാണ് വിവരം. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അന്വേഷണം വൈകുന്നത് നീതിയെ ബാധിക്കുമെന്ന് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടാൽ എന്താണ് അതിനൊരു സാങ്കേതിക തടസ്സമെന്നും കോടതി ചോദിച്ചറിഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയൂ എന്നതായിരുന്നു CBI വ്യക്തമാക്കിയിരുന്നത്. CBI അന്വേഷണം പ്രഖ്യാപിച്ചതിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സർക്കാരിന്റെ മേൽനോട്ടം വേണ്ടേ എന്ന് ചോദിച്ച് കോടതി രേഖകൾ കൈമാറാൻ എന്തിനായിരുന്നു കാലതാമസം എന്ന് ചോദിക്കുന്നതും ഇന്ന് കണ്ടതാണ്. എന്തായാലും കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും കേസ് വേഗത്തിൽ CBIക്ക് കൈമാറിയെന്നുമാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. കേസ് കൈമാറുന്നതിൽ ഓരോ നിമിഷം വൈകുന്നതും കേസിനെ ബാധിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. CBI അന്വേഷണത്തിന് എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്നും വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിടുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ CBI നിന്നുള്ള അന്വേഷണ സംഘം കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും വിവരങ്ങളും ശേഖരിക്കുക തന്നെയായിരിക്കും ഈ CBI സംഘത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും അന്വേഷണമായിട്ട് CBI സംഘം മുന്നോട്ട് പോവുക. എന്തായാലും സിദ്ധാർത്ഥന്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. CBI സംഘം നേരിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി അവർ ശേഖരിക്കുന്ന രേഖകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. ഈ ഉൾപ്പെടെയുള്ളവർക്കെതിരെ, അതുപോലെ നേരത്തെ തന്നെ പരാമർശിച്ച അക്ഷയ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് രീതിയിൽ പിതാവ് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ PM ആർഷയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കേസുമായി ബന്ധപ്പെട്ട് CBI ആണ് കൂടുതൽ അന്വേഷണം നടത്തുക. അതിനുശേഷം CBI അവർക്ക് കിട്ടിയ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും, മറ്റ് കാര്യങ്ങൾ വെളിപ്പെടുത്തും. ശരി, സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. അന്വേഷണം വൈകുന്നത് നീതിയെ ബാധിക്കുമെന്ന് നിരീക്ഷിച്ച കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചതിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ചുള്ള അന്വേഷണം CBI എത്രയും വേഗം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് അച്ഛൻ ജയപ്രകാശാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയൂ എന്ന് CBI വ്യക്തമാക്കിയതോടെയാണ് വിജ്ഞാപനമിറക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. കാലതാമസമുണ്ടായാൽ അത് പ്രതികൾക്ക് ഗുണം ചെയ്യുമെന്നും അന്വേഷണത്തെ ബാധിക്കുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കാലതാമസമുണ്ടാകാതെ കേസ് വേഗത്തിൽ CBIക്ക് കൈമാറിയെന്ന് സർക്കാർ വാദിച്ചു. CBI അന്വേഷണത്തിനുള്ള നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് നൽകിയ ഹർജിയിലെ ആരോപണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ മരിച്ചു. കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് പാനൂർ കൈവേലിക്കൽ മൂളിയാന്തോട് വീടിന്റെ 2ാം നിലയിൽ ബോംബ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ 4 പേരെ ശബ്ദം കേട്ടെത്തിയ അയൽവാസികൾ കണ്ണൂരിലെ സ്വകാര്യ